ഫ്രണ്ട്സ് നമുക്ക് സ്റ്റോറി എടുക്കുക. ഇപ്പം നമുക്ക് ഹീറോയിനെ നോക്കാം. എടി മച്ചി എന്താടി ബേബി എവിടെ? ഇല്ല. ഫ്രണ്ട്സ് പറയാം എടി ഇവൾ മാഫിയ പറഞ്ഞു. ശരിക്കും ഇവൾ മാഫിയ വൈഫാ? എടി എന്താടി പറയാ മാഫിയ വൈഫാ? എടി അവൻ ബിസിനസ് മാനാടി, സിഇഒ ആണ് മമ്മി പറഞ്ഞിരുന്നു. ഓ ശരി. മാഫിയ ലുക്കായിരുന്നു. ഓടിയിരിക്കുക. അങ്ങനെയായിട്ട് ഫ്രണ്ട്സ് പറയുമായിരുന്നു. അതെ ഹീറോ കളിക്ക് വന്നു. സ്കൂളിൻ്റെ അടുത്താണ്ട് വന്നു. നോക്കുമ്പോൾ ജിന്ന് കണ്ട് ഷോക്കായി പോയി. അതെങ്ക് ജിന്ന് പറഞ്ഞു ബേബീസ് ഗിഫ്റ്റ് വല്ല കൊണ്ടുവന്നത് എല്ലാവർക്കും ഗിഫ്റ്റ്. ജിന്ന് നല്ല കാരിങ് ആയിരുന്നു സംസാരിക്കുക. ഹീറോയിൻ മമ്മിക്ക് അച്ഛന് ഒരുപാട് സന്തോഷമായിരുന്നു. അത് അപ്പുറത്തെ വീട്ടിൻ്റെ ആൻറ്റിക്ക് എന്ത് സംഭവിച്ചു പറഞ്ഞ് അതെ അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി ഓടിപ്പോയി പോയിഞ്ഞു. ഇപ്പോൾ ആൻറ്റി ആ വീട്ടിലും ഇല്ല. ആൻറ്റി അവിടുന്ന് സ്ഥലം ഗാലി ചെയ്തു. അതെ അപ്പുറത്തെ വീട്ടിലൊരു ആൻറ്റി പറഞ്ഞ അവർ സ്ഥലമില്ലായിരുന്നു. അതൊരു പാവമായിട്ട് ഒരു കൊച്ചിന് വീടായിരുന്നു. അതെ ഒരു അമ്മയും ഒരു കൊച്ചുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്ന് അവർ പറ്റിയെടുത്തായിരുന്നു. ഇപ്പോൾ അവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഒരു പണമില്ല സ്വത്ത് തട്ടിയെടുത്തായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവർ സന്തോഷത്തിലുള്ളത് ചെയ്തതിന് ഒരുപാട് നന്ദി കൊണ്ട് പറഞ്ഞു. ആ പെൺകുട്ടി ഓടി വന്നു പറയാൻ തുടങ്ങി. അമ്മ എന്താ മോളെ? അവിടെ ആ കുട്ടീൻ്റെ അമ്മേനോട് പറഞ്ഞു. അവർ വന്നായിരുന്നു, നമുക്ക് ഹെൽപ്പ് ചെയ്തില്ല. അവർ വന്നായിരുന്നു, കാര്യം പറഞ്ഞു. ആ കുട്ടീൻ്റെ അമ്മയ്ക്ക് ശരി മോളെ വന്നായിരുന്നു. ആ കുട്ടി വീട്ടിലൊക്കെ ഓടി വന്നു. ചേച്ചി എന്ത് പറ്റി മോളെ? ഡാൻസ് ചേച്ചി. മോളെ എങ്ങനെയുണ്ട്? സ്കൂൾ എങ്ങനെ പോകുന്നുണ്ട്? ഒന്നുമില്ല, നന്നായിട്ട് പോകുന്നു. ഇനി പഠിച്ചത്ര? അതെ ചേച്ചി. അതെ ഒരു ചെറിയ കുട്ടിയും ഒരു അമ്മയും കൊച്ചും ഉണ്ടായിരുന്നു. അതെ ആ കുട്ടി ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അങ്ങനെ ആ കുട്ടി നന്ന സന്തോഷത്തിൽ പറയായിരുന്നു. ശരി ഓക്കെ. ആ കുട്ടീൻ്റെ അമ്മ വന്നു. എനിക്ക് കുറച്ച് നിന്നോട് സംസാരിക്കണം. പ്രിയ. എന്താ ചേച്ചി? ഇങ്ങോട്ട് വാ. പ്രിയ ഒരു കാര്യം പറയാനുണ്ടോ? എന്താ ചേച്ചി? അതെ പ്രിയക്കും ആ ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. ആ ചേച്ചീൻ്റെ കുട്ടിയായിരുന്നു. ആ ചേച്ചീൻ്റെ ഹസ്ബൻഡിൽ ഇങ്ങനെ പറഞ്ഞു. ഹസ്ബൻഡ് ഒരു കുടിയേകാരനായിരുന്നു. അറേഞ്ച് മാരേജാണ്. ചേച്ചിക്കും ആ മാരേജ് ഇഷ്ടമല്ലായിരുന്നു. ഫോഴ്സ് മാരേജാണ് ചെയ്തത്. ഇത് നടന്നോ ചേച്ചി? അതേ മോളെ, അവൻ വന്നിരുന്നു. എൻ്റെ ഹസ്ബൻഡ് വന്നു. അതോ ചേച്ചി വിഷമിക്കണ ചേച്ചീൻ്റെ എക്സ്ട്രാ ഹസ്ബൻഡല്ലേ? അതേ മോളെ. ഇവിടെ ഇപ്പം നോക്കുക, എന്നെ കല്യാണം ടോർച്ചർ ചെയ്യാം. എൻ്റെ പണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ചേച്ചീൻ്റെ അതെ ഞാൻ ലവ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചതാണ്. എനിക്ക് ബേബി ഉണ്ട് അറിഞ്ഞിട്ടും കല്യാണം കഴിച്ചത് എൻ്റെ സ്വത്ത് വേണ്ടിയാണ്. അങ്ങനെ അതിന് വേണ്ടിയായിരുന്നു അവരെ കല്യാണം കഴിച്ചത്. സ്വത്ത് മോഹത്തിന് വേണ്ടി. ആൻറ്റീൻ്റെ മോനായിരുന്നു അത്. അങ്ങനെ കൊണ്ട് ഇപ്പോൾ ആ കുട്ടീൻ്റെ അച്ഛൻ വന്ന് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വൈഫിനെ രക്ഷിച്ച. അതെ നിങ്ങൾക്ക് അവളുടെ മാരേജ് കഴിഞ്ഞ് അതെന്താ പറയാതെ? അതെ പറഞ്ഞിരുന്നു, ആരും വിശ്വസിച്ചില്ലായിരുന്നു. ശരി ഓക്കെ. അവനെ നിങ്ങൾ മാരേജും കഴിഞ്ഞിട്ടും ഇല്ല, പണ്ട് നിങ്ങൾ ഹസ്ബൻഡ് എന്ന് പറയുമായിരുന്നു. അതെ ഒരുപാട് നന്ദിയുണ്ട് മോളെ. എന്നെ പറ്റിച്ചത് കല്യാണം കഴിഞ്ഞായിരുന്നു. ഒന്നുമില്ല ചേച്ചി വിഷമിക്കണം. അങ്ങനെയായിട്ട് ജിൻ വന്ന് പറയാം. എവനോട് കോളേജല്ല നന്നായിട്ട് പോകുന്നുണ്ട്. ശരി ഓക്കെ. ജിൻ പറഞ്ഞു. ബേബി ഡാഡാ. ഓക്കെ. ഹീറോയിൻ മമ്മി ഡാഡി പറയാം. മോനെ മമ്മി ഗ്രാൻഡ് മകൻ എന്താ മമ്മിക്ക് അല്ല ഗ്രാൻഡ് മകൻ പറയാ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പുറത്ത് പോയിട്ട് വരാം. ജിന്നോട് ഞങ്ങൾ പുറത്ത് പോയിട്ട് വരാം കുട്ടീനെ എടുത്തോണ്ട്. എന്താ ആൻറ്റി? ഒന്നുമില്ല. അതെ ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് കല്യാണമാണ്, അവിടേക്കാണ് ഞാൻ പോകുന്നത്. എന്ത് കല്യാണമാണോ? അതെ കല്യാണമാണ്, അതുകൊണ്ട് പോകുന്നതാണ്. ഓ അങ്ങനെയാണോ? നിങ്ങൾ വരുന്നുണ്ടോ? നിങ്ങൾ ടൈഡ് വന്നതാണ്, ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് ഒരു കുട്ടീനെ എടുത്തുകൊണ്ട് അവർ പോയി. ശരി ഓക്കെ. ജിൻ പറഞ്ഞു. ദൂരമാണ് എൻ്റെ കുട്ടി ഞാനും കൂടെ വരാം ഗ്രാൻഡ്. അങ്ങനെ പോയി. 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ എന്നെ ജിന്നോട് പറഞ്ഞു ഒരു ഗ്രാമത്തിലാണ്. അങ്ങനെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പോയി. ജിൻ
ജിൻ വന്ന് കുക്കിംഗ് ചെയ്യുമ്പോൾ ഹഗ് ചെയ്തു. എന്താ ഓക്കെയാണ്? ജിൻ കിസ് അടിക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒന്നുമില്ല, നമുക്ക് നെക്സ്റ്റ് ബേബി ട്രൈ ചെയ്യാം. അത് ഒന്നറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കിനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു. പഠിക്കാനാണ് അത് ചിന്നു ഒരു മിനിറ്റ്. മാരി ആ എന്നാ അതെ റിങ് കിട്ടോ? നമുക്ക് മാരേജ് ഇല്ല, ഇതൊരു മാരേജ് എന്ന് പറഞ്ഞു. ഞങ്ങൾ മാരേജാണ്. ഒക്കെ റിങ് കിട്ടി കിസ് അടിച്ചു. അങ്ങനെ പിന്നെ പ്രപ്പോസ് ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും ഹാപ്പിയായി ലവ് മേക്ക് ചെയ്യാൻ തുടങ്ങി. അവർ ഹാപ്പി തുടങ്ങി. അങ്ങനെ 2 ദിവസം, അവർ 3 ദിവസം എത്തും. 4 ദിവസം കഴിഞ്ഞ് വന്നു. എന്താ മമ്മി 3 ദിവസം 4 തന്നെ വന്നതാ? 4 ദിവസം കഴിഞ്ഞു മമ്മി. ഇന്ന് ഇല്ല മോളെ, അവിടെ കുറച്ച് ട്രിപ്പ് ചെയ്യുന്നതായിരുന്നു, കുട്ടിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെയാണ്. പ്രിയയുടെ അമ്മ വന്ന് ചോദിച്ചു, എന്താ മോളെ നടന്നു? അത് കൗത്ത് നോക്കുമ്പോൾ ഹോയിക്കിങ്. ഓ അങ്ങനെ ജിന്ന് വന്നു. ആൻറ്റി ഒന്നില്ല ജിൻ, കല്യാണത്തിന് പോയിട്ട് വന്നുമായിരുന്നു. ജിൻ ഒരു കാര്യം പറയുന്നുണ്ടോ? എന്നാ ആൻറ്റി? ഇല്ലടാ ഇല്ല, നിങ്ങൾ അതെ ഇല്ല അപ്പാ, അത് ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് കല്യാണത്തിന് ഞങ്ങൾ പോയിട്ട് വന്നു. ഇല്ല, പ്രിയൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി കല്യാണമാണ്. നമ്മളിവിടേക്ക് പോയിട്ട് വരാമ്മ. ഞങ്ങളും പോവാണ്. ശരിയാ പ്രിയ, ഞാനും പോവാൻ. എൻ്റെ ഫ്രണ്ട് വിളിച്ചായിരുന്നു. ശരി ജന പറഞ്ഞു. അങ്ങനെ ബേബിനടുത്ത് അവർ അവിടെ കല്യാണത്തിൽ പോയി. കല്യാണം നല്ല സൂപ്പറായിരുന്നു. അവിടെ ഒരു പെണ്ണ് നല്ലൊരു ബ്യൂട്ടിഫുൾ പറയുന്ന ഒരു ഗേൾ ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ഞാനാണ് വളരെ പ്രിറ്റി പറഞ്ഞ ആ പെണ്ണ് വലിയ ആളൊക്കെ. അങ്ങനെ ജിന്നിനെ കണ്ടു. ആ പെണ്ണൊക്കെ പൊളിച്ച് എങ്ങനെ ഇവനെ സ്വന്തമാക്കണം എന്ന് പ്ലാൻ ചെയ്യായിരുന്നു. ആ പെണ്ണ് പറഞ്ഞ എനിക്ക് ഇവനാരാ? ഇവനെ അറിയില്ലേ? ഇതാണ് ജിൻ, ഇത് പ്രിയാൻ്റെ ഹസ്ബൻഡ്.